ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ റെസിപ്പികളാണ് കേട്ടോ. റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാർ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 1 മുതൽ +1 വരെ ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചത്. +1 നിന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ പോയി. അന്ന് ഈ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ആ ഫോൺ ഇറങ്ങുന്ന ടൈമാണ് കേട്ടോ, ചെറിയ സെറ്റ്. അങ്ങനെ ഒരു കൂട്ടുകാരി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ അറിഞ്ഞോ നമ്മുടെ കൂടെ പഠിച്ചില്ലേ ആ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്തു, മരിച്ചു എന്നാണ് കേട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് വേറൊരു ഫ്രണ്ടിനും കൂടെ വിളിച്ചപ്പോൾ ഓൾ പറഞ്ഞു, ഓളെ ചേച്ചിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്നു. നമ്മളെ ഈ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ വന്നു. അതിൽ എനിക്ക് ഓളെ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ ഓളോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ. അതിൽ ഓൾ പറഞ്ഞത് ഓൾ തന്നെയാണ് അത് ചെയ്തത്. ഓൾക്ക് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് +2 കഴിഞ്ഞേക്ക് തന്നെ കല്യാണം ഉറപ്പിച്ചു. ഓൾക്കാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിനോടല്ല, അവൾക്ക് പഠിക്കാനായിരുന്നു താല്പര്യം, പഠിച്ചൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അത് വീട്ടുകാരോട് തുറന്ന് പറയാനുള്ളൊരു ധൈര്യം ഒക്കെ ഉണ്ടായില്ല. അങ്ങനെയുള്ളൊരു പെട്ടെന്ന് തോന്നിയൊരു ഇതിൽ ഓളതെടുത്ത് കുടിച്ചു. അങ്ങനെ ഗുരുതരാവസ്ഥയിലൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, അത് കുടിച്ചിന് പകുതി ധൈര്യം പോരെ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മനോടും കാര്യങ്ങൾ പറയാനെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു. ഓൾ എന്നോട് പറഞ്ഞത്, നമുക്ക് ആത്മഹത്യ ചെയ്യാനല്ല ധൈര്യം വേണ്ടത്. എനിക്ക് ആ പ്രശ്നം തൻ്റെ ഇടത്തോടു കൂടി എൻ്റെ അച്ഛനോടും അമ്മനോടും അല്ലെങ്കിൽ ഉറപ്പിച്ച ആ ചെക്കനോടും പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വഴി തിരഞ്ഞെടുത്തത് എന്നാണ് അവൾ പറഞ്ഞത്. സത്യം തന്നെയാണല്ലേ, നമുക്കൊരു പ്രശ്നം വരുമ്പം അത് നേരിടാനുള്ളൊരു മനക്കട്ടി ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ അത് നമ്മളൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരണ പ്രശ്നീകാരം. പക്ഷെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കും, നമ്മളെ ജീവിതം ഇങ്ങനെയാവും, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എന്നെ പഠിപ്പിക്കൂല, ഞാൻ വീട്ടുജോലി ചെയ്തിട്ട് അങ്ങനെയാവും എൻ്റെ ജീവിതം എന്ന് ഓൾ സ്വയം ചിന്തിച്ചതാണത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഓളോളെ ഹസ്ബൻഡിനോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആദ്യമൊന്നും വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. പിന്നീടും ഓൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. ഒരു കുട്ടിയാവുമോളം അവൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ഓളെ പഠിക്കാനൊക്കെ സമ്മതിച്ചു. ഇന്ന് അത്യാവശ്യം നല്ലൊരു നിലയിൽ പഠിച്ചിട്ട് ഓൾ എത്തി എന്ന് തന്നെ പറയാം. എന്ന് കരുതിയിട്ട് ഓളെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, ഇപ്പോഴും നമ്മളെയൊക്കെ പോലെ തന്നെ ഓളെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നേരിടാനുള്ള ഒരു തൻ്റെ ഇടം ഓൾക്കുണ്ട് എന്നാണ് ഓൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമായിട്ട് കാണരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നങ്ങളില്ലാത്ത ലൈഫൊന്നും ഇല്ലടോ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഓലെ ജീവിതമൊക്കെ എത്ര സന്തോഷമാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ അടുത്ത് നടന്ന ആത്മഹത്യകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് തീരാൻ കുറച്ച് സമയമെടുക്കും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക, നമുക്കും ഉണ്ടാവും സന്തോഷമുള്ളൊരു ജീവിതം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റെസിപ്പികളും ഇന്നത്തെ വാചകമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവർക്കും സന്തോഷമുള്ള നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. പണ്ടാരോ പറഞ്ഞില്ലേ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസാ, അതാണ് കറക്റ്റ്.